യുദ്ധത്തിൽ പ്രയോഗിക്കുന്ന ഏറ്റവും പ്രധാന തന്ത്രം ധാർമ്മികതയെക്കുറിച്ച് പറയുക, ന്യായം പറയുക, പ്രവൃത്തിയിൽ ഇരട്ടത്താപ്പ് മാത്രം കാട്ടുക. ഈ 5 ദിവസത്തിനുള്ളിൽ അമേരിക്ക റീഗ്രൂപ്പ് ചെയ്യുകയാണ്. ഒരു നിമിഷം പെട്ടെന്ന് സംഭവിക്കുന്നതല്ല കരയുദ്ധം. പെട്ടെന്ന് ഒരു കരയിലേക്ക് ഇരച്ചു കയറാനാവില്ല. ഇസ്രയേലിന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായി ഒരു ബൃഹത് രാജ്യമായി അമേരിക്കയ്ക്ക് ചാടി പുറപ്പെടാനാവില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ മാനസികമായി ട്രംപ് തയ്യാറെടുക്കുമ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ സൈനിക വിന്യാസം ശക്തമാക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് US സേനയുടെ എലീറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ മേഖലയിലേക്ക് അയക്കാനാണ് പെന്റഗൺ ഒരുങ്ങുന്നത്. ഇറാനിലേക്ക് ഇപ്പോൾ സൈന്യത്തെ അയക്കാൻ തീരുമാനമില്ല എങ്കിലും ഭാവിയിലെ സൈനിക നടപടികൾക്ക് സജ്ജമാക്കുകയാണ് ലക്ഷ്യമെന്നാണ് സൂചന എന്ന് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ട്രംപിന് ഇരട്ടത്താപ്പുണ്ടോ ഈ ഒരു യുദ്ധത്തിൽ? യുദ്ധത്തിൽ പ്രയോഗിക്കുന്ന ഏറ്റവും പ്രധാന തന്ത്രം ധാർമ്മികതയെക്കുറിച്ച് പറയുക, ന്യായം പറയുക, പ്രവൃത്തിയിൽ ഇരട്ടത്താപ്പ് മാത്രം കാട്ടുക. അതാണല്ലോ യുദ്ധം. ആധുനിക ലോകത്തെ യുദ്ധങ്ങൾ ഒന്നും തന്നെ ധർമ്മയുദ്ധങ്ങളല്ല. നിയതമായ ചട്ടങ്ങളൊന്നും പാലിക്കപ്പെടാറില്ല. ഇതൊന്നും തന്നെ ഡിക്ലെയർഡ് യുദ്ധങ്ങളുമല്ല, അൺഡിക്ലെയർഡ് യുദ്ധങ്ങളാണ്. ആക്രമിക്കില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ആക്രമണം അഴിച്ചുവിടുകയും, അല്ലെങ്കിൽ ആക്രമണം നടത്തുമെന്ന പ്രതീതി ജനിപ്പിക്കുകയും മറുവഴി മറ്റെന്തെങ്കിലും നീക്കങ്ങൾ നടത്തുകയും ചെയ്യുക. ഇതാണല്ലോ രീതിശാസ്ത്രം. അതുകൊണ്ട് അമേരിക്ക ആദ്യം തന്നെ ഈ സമാധാന ശ്രമങ്ങൾ, യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഫെബ്രുവരി 28, 2026 മുൻപ് തന്നെയുള്ള 2 മാസങ്ങൾ നിരന്തരം യുദ്ധത്തിനുള്ള ബിൽഡപ്പിലായിരുന്നു. ആ യുദ്ധത്തിന് ബിൽഡപ്പ് നടത്തിയതിന് ശേഷം ഈ വിമാനവാഹിനി കപ്പലുകൾ, സേനാ വിന്യാസങ്ങൾ, താവളങ്ങൾ, അതായത് അമേരിക്കൻ താവളങ്ങൾ ഗൾഫിലുള്ളത് എല്ലാം പൂർണ്ണ സജ്ജമാക്കിയതിന് ശേഷം ആ നെഗോസിയേഷൻ എന്നത് മുന്നോട്ട് കൊണ്ടുപോയി. അവിടെയാണ് തെറ്റ് കാണാവുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 5 ദിവസത്തെ വെടിനിർത്തൽ കാലാവധിയാണ്. ഈ 5 ദിവസത്തെ നമുക്ക് സമയം ആയിക്കഴിഞ്ഞു. ഈ 5 ദിവസത്തിനുള്ളിൽ അമേരിക്ക റീഗ്രൂപ്പ് ചെയ്യുകയാണ്. അത് ഇറാന്റെ ചിന്ത എങ്ങനെയാണ്? റീഗ്രൂപ്പ് ചെയ്യുകയാണ്, ഒന്ന് ശ്വാസം വിടുകയാണ്, ഒന്നുകൂടി ആയുധങ്ങൾ അടുക്കി വയ്ക്കുകയാണ്, ആയുധങ്ങൾക്ക് മൂർച്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവനാഴിയിൽ ഒഴിഞ്ഞ അസ്ത്രങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് സമയം വേണമല്ലോ. അതിനായി തങ്ങൾ തന്നെ ഒരു ബ്രേക്ക് എടുത്തതാണ്. 2 കൂട്ടരും കൂടെ ആലോചിച്ചെടുത്ത ബ്രേക്കല്ല, അമേരിക്ക ഏകപക്ഷീയമായി എടുത്ത ഒരു ബ്രേക്കാണ്. ആ ബ്രേക്കിൻ്റെ സമയത്ത് പറയുന്നു തങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊരു വശത്ത് പറയുന്നു. നെഗോസിയേഷനെ കുറിച്ച് പറയുന്നു. സമാന്തരമായി മുൻപ് ചെയ്തതുപോലെ തന്നെ മെറീനുകളെ, അമേരിക്കയുടെ എലീറ്റ് ഡിവിഷനുകൾ പലതും ഗൾഫിലേക്ക് അയക്കുകയാണ്. അപ്പം നാവിക സന്നാഹം, വ്യോമസേനാ സന്നാഹം, ആർമി സന്നാഹങ്ങൾ എല്ലാം ഒരുക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ഇറാൻ ഉദ്ദേശിച്ചത് ശരിയായി വരുന്നില്ലേ? അത് ഈ 5 ദിവസം എന്നത് ഒരു പക്ഷേ വീണ്ടും നീട്ടിവെച്ചേക്കാം. അഡീഷണൽ another 5 days, another 10 days. പൂർണ്ണ സജ്ജമായി കരയുദ്ധത്തിന്. ഒരു നിമിഷം പെട്ടെന്ന് സംഭവിക്കുന്നതല്ല കരയുദ്ധം. പെട്ടെന്ന് ഒരു കരയിലേക്ക് ഇരച്ചു കയറാനാവില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തൊട്ടടുത്ത രാജ്യമായ ഇസ്രയേലിന് ഹമാസ് എന്ന ചെറിയ പ്രദേശത്തിന്, അല്ലെങ്കിൽ ഗാസ കൺട്രോൾ ചെയ്യുന്ന ഹമാസിനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. 2.5-3 വർഷം യുദ്ധം ചെയ്തിട്ടും പൂർണ്ണമായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നാശനഷ്ടങ്ങൾ വലിയ തോതിലുണ്ടായി. 90% കെട്ടിടങ്ങളും നിലം പൊത്തി ഗാസയിൽ. പക്ഷെ ഹമാസിനെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ 368 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഗാസ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗാസയുടെ 100 അല്ല 1000 ഇരട്ടി ഭൂവിസ്തൃതിയുള്ള വലിയ ജനസംഖ്യയുള്ള, ഗാസയിൽ ജനസംഖ്യ 22 ലക്ഷം മാത്രം, ഇറാനിൽ ജനസംഖ്യ 9 കോടിയിൽ അധികം, അത്രയും വലിയ ജനസംഖ്യയുള്ള, അത്രയും വലിയ ഭൂവിസ്തൃതിയുള്ള, നിരന്നു പരന്ന് കിടക്കുന്ന, ഒരുപാട് നിമ്നോന്നതങ്ങളുള്ള, ഒരുപാട് എന്താ പറയുക, പ്രതിരോധിക്കാൻ എളുപ്പമുള്ള സ്ഥലങ്ങളുള്ള ഇറാനിലേക്ക് ഒരു കരയുദ്ധം നടത്തി ഏത് ശക്തിയും, അതും അകലെയുള്ള ശക്തിയായ അമേരിക്കയ്ക്ക് എത്രയെല്ലാം ആയുധബലമുണ്ടെങ്കിലും അത് ബുദ്ധിമുട്ടാണ്, അതിന് സമയമെടുക്കും. അതിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പല ഡിവിഷനുകളെയും അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അടുത്ത റൗണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ഇറാനെ വഴിക്ക് കൊണ്ടുവരാം എന്ന ചിന്തയാണ്. ഇനി ഭയപ്പെട്ടില്ല എങ്കിൽ
വീണ്ടും ഒരു ആക്രമണം, എത്ര കാലം നീണ്ടു നിൽക്കും എന്നറിയാനാവാത്ത രീതിയിലുള്ള ആക്രമണം. സമാന്തരമായി ഈ 15 പ്രപ്പോസൽസ്, 5 പ്രപ്പോസൽസ് എല്ലാം ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളാണ്. യഥാർത്ഥത്തിൽ മനസ്സുകളുടെ രൂപീകരണം ഇറാനും ചിന്തിക്കണം, അമേരിക്കയും ഇസ്രായേലും ചിന്തിക്കണം. ഇനഫ് ഈസ് ഇനഫ്. ആർക്കും ആധുനിക ലോകത്തൊരു യുദ്ധം പൂർണ്ണമായി ജയിക്കാനാവില്ല. ഭയപ്പെടുത്താം, പരസ്പരം ഭയപ്പെടുത്താം, ചെളിവാരി എറിയാം, പരാജയപ്പെടുത്താനാവില്ല. ഇനി പരാജയപ്പെടുത്തി എന്ന് പ്രഖ്യാപിച്ചാലും അത് പരാജയമാണെന്ന് അംഗീകരിക്കാൻ ഒരു രാജ്യവും തയ്യാറാവില്ല. ഭരണമാറ്റം ഉണ്ടാക്കിയാൽ തന്നെ അത് പൂർണ്ണ വിജയമെന്ന് പറയാനാവില്ല. അവിടെ പൂർണ്ണ അരാജകത്വത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തിനാണ് വിജയിച്ചത്? ഇപ്പം മഹാഭാരത യുദ്ധം പാണ്ഡവർ വിജയിച്ചു, പക്ഷെ അവർക്ക് അനന്തരാവകാശികൾ ഇല്ലാതെ പോയി. മക്കളില്ലാത്ത പാണ്ഡവന്മാർ, മക്കൾ നഷ്ടപ്പെട്ട പാണ്ഡവന്മാർ, ഇല്ല, എല്ലാ കൗരവരും വധിക്കപ്പെട്ടു. ഇപ്പം വിജയിച്ചു പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും വിജയത്തിന് എന്തർത്ഥം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ കഷ്ടം എന്നേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഈ സൈനിക നീക്കങ്ങൾ ഒന്നിനും പരിഹാരമല്ല. നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് എത്താനാണ് ആഗ്രഹമെങ്കിൽ എല്ലാ സൈനിക നീക്കങ്ങളും ഉടനടി മരവിപ്പിച്ചതിന് ശേഷം ഒരു ക്ലീൻ സ്ലേറ്റിൽ, തുറന്ന പുസ്തകത്തിൽ, ഓപ്പൺ പേപ്പറിൽ എ മുതൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് തുടങ്ങണം. അല്ല എങ്കിൽ ചർച്ചകളെല്ലാം പ്രഹസനമായി മാറും. ഒരുപക്ഷെ സമവായത്തിലൂടെ യുദ്ധം അവസാനിപ്പിച്ചാൽ തന്നെ ഇസ്രയേൽ അത് അംഗീകരിക്കുമോ? താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇപ്പോഴും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ഇതിനു പുറമെ ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും ഇറാനിൽ ഇതുവരെ നേടിയിട്ടുമില്ല. അപ്പോൾ ഇസ്രയേലിന്റെ ഭാവി നീക്കം ഏത് രീതിയിലായി? അമേരിക്കയും ഇസ്രയേലും സഖ്യ കക്ഷികളാണ് ഈ യുദ്ധത്തിൽ. എക്കാലത്തും അവർ സഖ്യ കക്ഷികൾ തന്നെയാണ്. പക്ഷെ രണ്ട് രാജ്യങ്ങളുടെയും അജണ്ടകളിലും പ്രിഫറൻസുകളിലും വ്യത്യാസമുണ്ട്. ഇസ്രയേലിന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായി ഒരു ബൃഹത്ത് രാജ്യമായി അമേരിക്കയ്ക്ക് ചാടി പുറപ്പെടാനാവില്ല. പക്ഷെ അവർ പുറപ്പെട്ടു. ഇസ്രയേലിന് മാത്രമല്ല, തങ്ങളുടെ തന്നെ താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ യുദ്ധം നിർത്തണം, ഭാഗികമായിട്ടെങ്കിലും നിർത്തിവെക്കണം, തലയൂരണം എന്ന് ആഗ്രഹിക്കുന്നത്, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അമേരിക്ക തന്നെയാവണം. പെർപെച്വൽ സ്റ്റേറ്റ് ഓഫ് വാർ വിൽ എൻഡ് ഇൻ എ ടോട്ടൽ ലോസ് ഓഫ് ക്രെഡിബിലിറ്റി ഫോർ അമേരിക്ക. അമേരിക്കൻ മണ്ണിനുള്ളിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ സൈനിക ശക്തി കൊണ്ട് പരമാവധി ഇറാനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, ഇറാൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം. ഇസ്രായേൽ ഗാസയിൽ ചെയ്തതുപോലെ സമാനമായോ അതിനേക്കാൾ ഭീകരമായോ ഉള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴും അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭരണമാറ്റമോ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടോ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് അമേരിക്കയ്ക്കാണ്, ഡൊണാൾഡ് ട്രംപിനാണ്. പിന്നെയും എന്തിനാണ് യുദ്ധം? അതാണ് ചോദ്യം. അപ്പോൾ ഇതിനൊരു മുഖം രക്ഷിക്കൽ ആവശ്യമാണ്. ചാടി പുറപ്പെട്ടു പോയി, ഇല്ലത്ത് നിന്ന് തിരിച്ചു, അമ്മ തൊട്ടെത്തിയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഒരു പിന്തിരിഞ്ഞോടി എന്ന് പരിഹസിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ന്യായങ്ങൾ നിരത്തണം. ഒരു കരാറിലൂടെ തങ്ങൾ ഉദ്ദേശിച്ചത് നേടിയെടുത്തു, അതുകൊണ്ട് തങ്ങൾ പിൻവാങ്ങുന്നു എന്ന് പറയാൻ അമേരിക്ക സന്നദ്ധമാണ്. ഇസ്രയേൽ സന്നദ്ധമല്ല. കാരണം അമേരിക്കയ്ക്ക് ഇറാനിൽ നിന്നും എന്ത് സുരക്ഷാ ഭീഷണിയാണ് ഉണ്ടാകുന്നത്? ഇറാന്റെ മിസൈലുകളൊന്നും അമേരിക്കയിൽ ചെന്ന് വീഴാൻ പോകുന്നില്ല. ഇപ്പൊ ഡീഗോ കാർഷിക്കെതിരെ മിസൈലുകൾ അയച്ചുവെങ്കിൽ പോലും അവിടെ എങ്ങും എത്തില്ല ഇറാന്റെ മിസൈലുകൾ. പാതി വഴിയിൽ ഇന്റർസെപ്റ്റ് ചെയ്യും. പക്ഷേ ഇറാൻ പോരാട്ട വീര്യം കാട്ടുന്നു. പക്ഷേ അമേരിക്കൻ താവളങ്ങൾ, ഗൾഫിലുള്ള അമേരിക്കൻ താവളങ്ങൾ ഇറാന്റെ ഹിറ്റിംഗ് റേഞ്ചിലാണ് എക്കാലത്തും. ഇനി തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് അമേരിക്ക ജാഗ്രതയോടെ ഇരിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക റീതിങ്ക് ചെയ്യാൻ ഒരുപക്ഷെ തയ്യാറാവും. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കച്ചവടം മാത്രമല്ലേ ഉള്ളൂ. അമേരിക്കയുടെ ലക്ഷ്യങ്ങളാണ്. അമേരിക്കയ്ക്ക് എണ്ണ വിപണിയെ നിയന്ത്രിക്കണം, അമേരിക്കയ്ക്ക് അവിടെ മുതൽ മുടക്കിനുള്ള സാഹചര്യം ഉണ്ടാകണം, ലാഭക്ഷമത ഉണ്ടാകണം, മധ്യപൗരസ്ത്യ പ്രദേശത്ത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. മറ്റ് കക്ഷികൾ, ചൈനയോ റഷ്യയോ ആ ഭാഗത്ത് കയറി വിളങ്ങാതിരിക്കാൻ അമേരിക്കയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇതൊക്കെയാണ് ആവശ്യം. ഡോളർ അധിഷ്ഠിതമായ ലോക വ്യാപാരം തുടരണം. ഇതെല്ലാമാണ് ആവശ്യം. അല്ലാതെ ഇറാൻ എന്നോ മറ്റു രാജ്യമൊന്നുമില്ല. അമേരിക്കയ്ക്ക് അങ്ങനെയൊന്നുമില്ല. അമേരിക്ക പക്ക കച്ചവട രാജ്യമാണ്. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ ഈസ് എ സിവിലൈസേഷണൽ പവർ. ഇറാൻ വാണ്ട്സ് ടു സർവൈവ് ഓൺ ഇറ്റ്സ് ഓൺ. ഇറാൻ വാണ്ട്സ് ടു റീറ്റെയിൻ ഇറ്റ്സ് ഐഡന്റിറ്റി. അവരുടെ സ്വത്വം നിലനിർത്തണം. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ന്യായമെന്ന് പറയുന്ന ആളല്ല ഞാൻ. ഇറാനുള്ളിൽ നടത്തുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളെ വിമർശിക്കുന്നയാളാണ് ഞാൻ. ഇറാന്റെ വനിതകൾ, ഇറാനിലെ സാധാരണക്കാർ, അവർക്കെല്ലാം മനുഷ്യാവകാശങ്ങളുണ്ട്. ഈ മതഘടനകൾ നയിക്കുന്ന ഒരു ഭരണകൂടം പൂർണ്ണമായി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടമാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. പക്ഷേ ഇറാൻ എന്ന രാജ്യത്തിന് അവർക്ക് ഇഷ്ടമുള്ളൊരു ക്രമം തുടരുന്നതിന് അവകാശമുണ്ട്. അത് സോവറിൻ റൈറ്റാണ്. അതിൻ്റെ മേൽ ഒരു ശക്തിക്കും കടന്നുകയറ്റം നടത്താൻ ആവരുത്.
അമേരിക്കയ്ക്ക് പോലും. അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ കടന്നുകയറ്റം തുടർച്ചയായി ഉണ്ടാകുന്നു. പലരും പറയും ഒരു ലാർജർ ഇസ്രയേൽ, വിശാല ഇസ്രയേൽ, ആ പദ്ധതിയുടെ ഭാഗമായി ഇസ്രയേൽ ഇതാ കടന്നുകയറ്റങ്ങൾ നടത്തുന്നു. ആ തിയറിയോടും പൂർണ്ണമായി യോജിപ്പില്ല. ഇസ്രയേലിൻ്റെ അതിർവരമ്പുകൾ വികസിപ്പിക്കണമെന്ന ആഗ്രഹം ഇസ്രയേൽ ഉണ്ടാവും. അത് ശരിയല്ല എന്നേ ഞാൻ പറയൂ. ഇപ്പം ലെബനനിലേക്ക് കടന്നു കയറുന്നതിനെ കുറിച്ച് ഞാനൊരു ഇടത്ത് പറഞ്ഞു. അതുപോലെ സിറിയയുടെ ഗോലാൻ കുന്നുകൾ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചടക്കി. അതുപോലെ ചരിത്രപരമായി ഈജിപ്തിൻ്റെ കൈവശമായിരുന്ന, ജോർദൻ്റെ കൈവശമായിരുന്ന പ്രദേശങ്ങളൊക്കെ എടുത്തു. ഇതെല്ലാം തന്നെ പലസ്തീനിയൻ അറബികൾക്ക് അവകാശപ്പെട്ട ഭൂമി കൂടിയാണ്. അതെല്ലാം ഇസ്രായേൽ കൈവശപ്പെടുത്തുന്നു, അധിനിവേശം നടത്തുന്നു. വെസ്റ്റ് ബാങ്കിലേക്കും ഗാസയിലേക്കും ഒക്കെ അധിനിവേശം നടത്തുന്നു. തെറ്റാണ്. പക്ഷേ വിശാലമായ ഇസ്രായേലിൻ്റെ ഭാഗമായി ഇങ്ങനെ നൈൽ നദി മുതൽ, അത് ഈജിപ്തിലാണ്, ആഫ്രിക്കയിലാണ്, അങ്ങ് കിഴക്ക് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി വരെ വിശാല ഇസ്രയേൽ എന്ന പദ്ധതിയുടെ ഭാഗമായി ചെയ്യുന്ന യുദ്ധങ്ങളാണിത് എന്നത് ആ രീതിയിൽ വെള്ളം തൊടാനും വിഴുകാനും ആവില്ല. അങ്ങനെ പദ്ധതി ഉണ്ടാവാം, പക്ഷെ ആരും അത് പുറത്ത് പറയുന്നില്ല. ഇസ്രായേലിൻ്റെ നേതൃത്വം അത് ഇതിനുള്ളിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവാം. വിശാല, ഇപ്പം അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്ന പോലെ അഖണ്ഡ ഇസ്രായേൽ. ഒരു കാലത്തും അങ്ങനെ ഒരു ഇസ്രായേൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രയും പ്രദേശം ചരിത്രത്തിൽ ഒരിക്കലും. വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശമാണ് കനാൻ നാട്, അതാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ. അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളെല്ലാം കൂടെ വരും. പക്ഷേ ഇത്രയും ഈജിപ്റ്റ് മുതൽ അങ്ങ് ഇറാൻ വരെയുള്ള, അല്ലെങ്കിൽ ഇറാഖിൻ്റെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ വരെയുള്ള പ്രദേശമൊന്നും ഇസ്രായേലിൻ്റെ ഭാഗമായിരുന്നിട്ടില്ല. ഒരിക്കലും ആ കിങ്ഡത്തിൻ്റെ, ശലോമോൻ രാജാവിൻ്റെയോ ദാവീദ് രാജാവിൻ്റെയോ ഒന്നും കിങ്ഡത്തിൻ്റെ ഭാഗമായിരുന്നില്ല ഇത്രയും പ്രദേശങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു തിയറിക്ക് യാതൊരു സാങ്കത്യവുമില്ല, അവർക്ക് പറഞ്ഞു നടക്കാമെന്നേ ഉള്ളൂ. പക്ഷേ ഇറാൻ ആക്രമണ വിധേയമാകുന്നതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ, നിലവിലുള്ള ചെറിയ ഇസ്രായേലിൻ്റെ സുരക്ഷാ ഭീഷണി തന്നെയാണ്. ഇറാൻ ആണവായുധങ്ങൾ എന്നെങ്കിലും വികസിപ്പിച്ചാൽ അത് ഇസ്രായേലിനെതിരെ ഉപയോഗിക്കപ്പെടും എന്ന ഒരു ഭീതിയുണ്ട്, ഭീഷണിയുണ്ട്. അത് തീർത്തും അസ്ഥാനത്താണെന്നും പറയാനാവില്ല. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുക, പ്രഹരശേഷി പൂർണ്ണമായി നശിപ്പിക്കുക, അവസാന ആണവായുധ ഉത്പാദനത്തിന് സാധ്യതയും ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഇറാന്റെ മിസൈൽ ശേഖരം, അവസാനത്തെ മിസൈലും അവസാനിപ്പിക്കുക. ഇത് ഇസ്രായേലിൻ്റെ മോഹമാണ്. പരമാവധി യുദ്ധം സ്ട്രെച്ച് ചെയ്യാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. അമേരിക്ക കട്ടയും പടവും മടക്കി പുറത്തോട്ട് പോകാൻ തയ്യാറാവുമ്പോഴും അരുത് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നത് ഇസ്രായേലാണ്. കാരണം രണ്ട് രാജ്യങ്ങളുടെയും കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ ഇല്ല. ഒരു പ്രഹരം കൊടുക്കണമെന്നേ ഉള്ളൂ അമേരിക്കയ്ക്ക്. അമേരിക്കയുടെ ഒരു മേധാവിത്വം അവിടെ നിലനിർത്തണമെന്നേ ഉള്ളൂ. പക്ഷേ ഭരണമാറ്റം ഉണ്ടാകേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. മിസൈൽ അവസാനിപ്പിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ആണവശക്തി ഒരു കാലത്തും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയും ഇറാൻ ഒരിക്കലും സഹായിക്കില്ല. അവരെ ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ സുരക്ഷാ പാരഡൈംസാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തമായ സ്വരങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും സംസാരിക്കുന്നതെന്നാണ് തോന്നുന്നത്.